എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അവസാനം മഹേഷിനാണ് നിയന്ത്രണം വിട്ടുപോവാണ്. ആകാശ ചിപ്പി ഹെൽത്ത് ഹോസ്പിറ്റലിന് ഉദ്ഘാടനം ക്ഷണിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത് ആകാശിന്റെ തലയടിച്ച് പൊട്ടിക്കുകയാണ്. കാരണം സഹിക്കാൻ പറ്റിയില്ല. തന്റെ കുഞ്ഞിന്റെ അച്ഛനാന്ന് പറഞ്ഞു ഇവൻ വന്നിരിക്കുക കള്ളത്തരം പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവനെ പിന്നെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു. പെട്ടെന്ന് നെറ്റി കൈവച്ച് നോക്കിക്കഴിഞ്ഞപ്പോ ചോര വരുന്നുണ്ട്. ആകാശിന് സഹിച്ചില്ലത്. ആകാശോട് നീ എന്നെ തല്ലുവല്ലടാന്ന് ചോദിക്കുക. തല്ലിയോ മാത്രമല്ല കൊല്ലും നിന്നെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവന്റെ കോളറിന് പിടിച്ച് കൊല്ലാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയം ആകാശ് അവിടുന്ന് രക്ഷപ്പെടുവാണ്. മഹേഷിന് സമനില എത്തുന്ന പോലെ തോന്നി. കാരണം മഹേഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത്. പക്ഷെ പെട്ടെന്നുള്ളൊരിത് ചെയ്തു പോയതാണ്. മഹേഷിന്റെ ഉള്ളിൽ നിറച്ച് ചിപ്പിമോള് തന്റെ മകളല്ല എന്നുള്ളൊരു ചിന്തയാണ്. അത് ആകാശിന്റെ രചനയുടെ വാക്കുകൾ മാത്രമാണ് മഹേഷിന്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ അങ്ങനെയെങ്കിലും ആണോ ഇത്രയും കാലം രചന തന്നെ പറ്റിക്കുവാണോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഇത്രയും കാലം പുന്നരിച്ച് വളർത്തിയതാണ്, തന്റെ സ്വന്തം വന്ന് കരുതി വളർത്തിയതാ. ഒരു നിമിഷം കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു മഹേഷിന്. ആരോട് തുറന്നു പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ തുറന്നു പറയണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ ഇഷിതയോട് പറയായിരുന്നു. പക്ഷെ അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു പോലും ചിപ്പിമോൾക്ക് വേണ്ട. അപ്പൊ ഈ വിവാഹം നടത്തി കഴിഞ്ഞിട്ട് ചിപ്പിമോളെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് വന്നാല് അത് ഇഷിതയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അത് മാത്രല്ല, അങ്ങനെ വന്നാൽ പിന്നെ അവള് തന്നോടൊപ്പം ഒരിക്കലും ഉണ്ടാകത്തില്ല. മഹേഷിന് ഇഷിതയോട് ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ ഇഷിതയെ നഷ്ടപ്പെടാനായിട്ട് മഹേഷ് സമ്മതിക്കില്ല. കാരണം അവള് ചിപ്പിമോളുടെ അമ്മയല്ല, സ്വന്തം അമ്മയല്ല. പക്ഷേങ്കില് ഇപ്പൊ അവള് സ്വന്തം അമ്മേനേക്കാളും കാര്യമായിട്ടാ, പെറ്റമ്മയെക്കാളും കാര്യമായിട്ടാ നോക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാ പറഞ്ഞു വിടുന്നത്? അത് മാത്രല്ല, എല്ലാ കാര്യത്തിനാണെങ്കിലും ഇഷിത മുൻപന്തി തന്നെയുണ്ട്. അത് മഹേഷിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ മഹേഷിന് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. പിന്നീട് ഇഷിത പതിവ് പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹോസ്പിറ്റലിലേക്ക് ഇന്ന് ജോലികളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇഷിതനെ കാണാനായിട്ട് എഡ്വേർഡ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഇഷിത ഒരിക്കലും പ്രതീക്ഷയല്ല ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. പിന്നീട് ഡോക്ടറെ കണ്ടതും ഇഷിത ചോദിച്ചു, എന്താ ഡോക്ടറെ പതിവില്ലാതെ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ എന്ന് ചോദിക്കണേ. ഒന്ന് വെറുതെ വന്നാ ഇവിടം വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ഇഷിതേനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. പിന്നീട് സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയണ. അല്ല, ഇഷിതയുടെ ഹസ്ബൻഡ് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ സിഇഒ അല്ലേന്ന് ചോദിക്കണം. അതെ. മഹേഷ് എന്ന പേരെന്ന് പറയണ. മഹേഷ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയണ. ഇത് കേട്ടത് ഇഷിതയും ഞെട്ടി. കാരണം കഴിഞ്ഞ ദിവസം അച്ഛനും എല്ലാവരും സംസാരിച്ച ഒരു കാര്യമായിരുന്നു, ഒരു സൈക്കാട്രിസ്റ്റിനെ എത്രയും പെട്ടെന്ന് തന്നെ മഹേഷിനെ കാണിക്കണം എന്നുള്ളത്. പക്ഷെ മഹേഷ് അതിനു മുമ്പ് തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയോ എന്നൊരു ചിന്തയുണ്ട്. പിന്നീട് എഡ്വേർഡ് പറഞ്ഞു, മഹേഷിന്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അത് എന്നോട് ആരോടും പറയില്ലെന്ന് പറഞ്ഞ്, ഡോക്ടർ ഇഷിതയോട് പോലും പറയില്ലെന്ന്, അതിനെക്കുറിച്ചൊന്നും ഷെയർ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര സീരിയസ് ആയിട്ടൊരു പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാനിത് ഇഷിതയോട് തുറന്നു പറയുന്നത്. ആ തുറന്നു പറയാന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ അത്ര വളരെ വലുതായിരിക്കും. അതുകൊണ്ടാന്ന് പറയാ. അല്ല ഡോക്ടർ കാര്യം പറ. അല്ല, ഈ ഇടയായിട്ട് മഹേഷിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. അതെ, ഈ കുറച്ച് ദിവസങ്ങളായി ശരിക്കും പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയതിന് ശേഷം മഹേഷ് ഭയങ്കര മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം മഹേഷ് പഴയ മഹേഷ് അല്ല. എന്തിനേറെ പറയുന്നു, സ്വന്തം മോളെ മഹേഷ് അകറ്റി നിർത്തുവാണ്. അടുത്തേക്ക് അടുപ്പിക്കുന്ന പോലുമില്ല. അവളെ കുറ്റപ്പെടുത്തി അകറ്റി നിർത്തുന്നു. അത് കണ്ടിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാ ഡോക്ടറെ. എന്തേലും പ്രശ്നമുണ്ടോ? മഹേഷ് വന്നിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കും. ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, മഹേഷിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മഹേഷിന്റെ മനസ്സിലുള്ള ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യം തന്നെയാന്ന് പറയണേ. എന്താ ഡോക്ടറെ? അത് മഹേഷിന്റെ കുഞ്ഞിനെ സംബന്ധിക്കുന്ന കാര്യമാ. ആര്? ചിപ്പിമോളെ സംബന്ധിക്കുന്ന. അതെ, ചിപ്പിമോളെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ്. ചിപ്പിമോള് മഹേഷിന്റെ കുഞ്ഞല്ലാന്ന്. മഹേഷിന്റെ കുഞ്ഞല്ലെന്ന് ഡോക്ടർ എന്തൊക്കെ അസംബന്ധം പറയണേന്ന് ചോദിക്കണം. അതെ, അത് പറഞ്ഞ് ഈ പറയുന്ന വേറെ ആരുമല്ല, കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മ ഇപ്പൊ രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞാൽ കാമുകനായിട്ട് ഒരാളുണ്ടല്ലോ, ആകാശ് മേനൻ. അയാളാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയാം. ഇത് കേട്ടത് വിഷയത പറഞ്ഞു, അങ്ങനെയല്ല ഡോക്ടറെ, ഒരിക്കലും അങ്ങനെ ആത്തില്ലെന്ന് പറയണം. അങ്ങനെ ആവാതിരിക്കട്ടെ. പക്ഷേങ്കിലും മഹേഷാണ് ഈ കാര്യം എന്ന് പറഞ്ഞേ. ഇപ്പൊ കുഞ്ഞിന്റെ അച്ഛൻ ആകാശാണ്, അതുകൊണ്ട് കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. മഹേഷ് ആകെപ്പാടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മഹേഷിന് അതാണ് സമനില തെറ്റിയവൾ തോന്നുന്നത്. എന്റെ അടുത്ത് വന്ന മഹേഷിനെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സഹതാപം തോന്നി. കാരണം ഇത്രയും വലിയൊരു കമ്പനിയുടെ സിഇഒ ആയിരുന്നിട്ട് ഒരു നിമിഷം എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയൊന്ന് ഓർത്തു വയ്ക്കേ. മഹേഷിന്റെ കണ്ടീഷൻ ഇപ്പൊ ശരിയല്ല. ഒരു പക്ഷെ ഇങ്ങനെ ഈ നിലയിൽ പോവുകയാണെങ്കിൽ മഹേഷിന് സമനില തന്നെ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഡോക്ടർ ഇഷിതനെ കാണാനായിട്ട് ഞാൻ വന്നതെന്ന് പറയണം.
ഡോക്ടർ ഇഷിതനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഒരിക്കലും നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഇഷിത ഞെട്ടിത്തെറിച്ചിരിക്കുക. ഇഷിതയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല ഡോക്ടറെ, ഒരു പക്ഷെ ഇനി അവര് കള്ളം പറഞ്ഞാൽ കൂടെ അങ്ങനത്തിന് ചാൻസ് ഉണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ തെളിവുണ്ടെന്നാ പറഞ്ഞേ. DNA ടെസ്റ്റിന്റെ ഫലമൊക്കെ ഉണ്ടെന്ന് പറയണു. അങ്ങനെയാണ് മഹേഷ് പറയണേ. ഇനിയിപ്പോ അത് അവകാശപ്പെടുന്നതാണോ, ഇനിയിപ്പോ അതിന് തെളിവുകളുണ്ടോന്ന് കൂടുതലൊന്നും നമുക്കറിയില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഇഷിതയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഇഷിത മഹേഷിനോട് തുറന്ന് സംസാരിച്ചു നോക്ക്. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അത് മാത്രല്ല, ആകാശിനും രചനയുടെ അടുത്ത് ചോദിക്കുക. അവരുടെ കയ്യിൽ എന്താ തെളിവുള്ളതെന്ന് അവരുടെ കാണിക്കാൻ പറ. ഒരു ഡോക്ടറല്ലേ, ഡോക്ടറാകുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവില്ലെന്ന് ചോദിക്കണം. ശരി ഡോക്ടറെ, നന്ദിയുണ്ടെന്നൊക്കെ പറയാണ്. കാരണം വലിയൊരു കാര്യമാണ് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇഷിത ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്റെ ഭഗവാൻ, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചിപ്പിമോള നഷ്ടപ്പെടും. ചിപ്പിമോള നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു പക്ഷേ ചിപ്പിമോൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. അവളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദുരന്തത്തിലൂടെയാണ്. അവൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ആ വലിയൊരു കഷ്ടകാലം. ഒരു പക്ഷേ ചിപ്പിമോളെ വിട്ടുകൊടുക്കേണ്ടി വന്ന ആകാശം ഒരിക്കലും സ്വന്തം മോളായിട്ട് അവളെ കരുതുമെന്ന് പോലും അറിയത്തില്ല. സ്വന്തം മോളെന്ന് അവകാശപ്പെട്ടാൽ പോലും അവളെ വല്ല ബോർഡിങ്ങിലോ എവിടെയെങ്കിലും കൊണ്ട് ചേർത്ത് പഠിപ്പിക്കുള്ളൂ. ഒരു കാരണവശാലും അവരുടെ കൂടെ നിർത്തത്ത് പോലുമില്ല. അതിനേക്കാൾ ഉപരി ചിപ്പിമോളെ ശ്രദ്ധിക്കത്തുമില്ല. ചിപ്പിമോള് ചെന്ന് പെട്ടിരിക്കുന്ന വലിയൊരു ദുരന്തത്തിലാന്നുള്ള കാര്യം അങ്ങനെ ഇഷിത തിരിച്ചറിയുകയാണ്. എങ്ങനെയെങ്കിലും ചിപ്പിമോളെ രക്ഷിച്ചേ മതിയാവുള്ളൂ. എന്താ ചെയ്യണ്ടേ? ഒരു നിമിഷം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിപ്പോയി. ആരോടെ ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നേ? മഹേഷിനോട് ഇപ്പൊ ചോദിച്ചാൽ മഹേഷിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ചോദിക്കാനും പറ്റില്ല, പറയാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇഷിത പോവാണ്. ആരോടെങ്കിലും ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ തനിക്ക് ആദ്യം സമ്മതം എത്തുന്ന പോലെ തോന്നി. ഒരുപക്ഷെ ചിപ്പിമോൾക്ക് വേണ്ടി മാത്രമാണ് താൻ ഈ ത്യാഗം ചെയ്തു തന്നെ മഹേഷുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചനെ. അപ്പൊ ചിപ്പിമോളെ നഷ്ടപ്പെടാന്ന് വെച്ചാലോ, അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരിക്കില്ല. പിന്നീട് ഇഷിതയ്ക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കാൻ തോന്നിയില്ല. ഇഷിത നേരെ വീട്ടിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞിട്ട് മാഷിനെ വിളിക്കുവാണ്. മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, അത് മാഷെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറയണം. പിന്നീട് മാഷ് ഇറങ്ങി ചെല്ലുവാണ് താഴേക്ക്. എന്താ മോളെ, മോൾ എന്താ നേരത്തെ വന്നു നിൽക്കുക? അതേ അച്ഛാ, ഞാൻ നേരത്തെ വന്ന് പറയണം. അല്ല, എന്താ കാര്യം? എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. കുറെ ദിവസങ്ങളായിട്ട് മഹേഷിന്റെ അലട്ടിരുന്ന പ്രശ്നം അതെന്താന്ന് ഞാൻ കണ്ടെത്തിന്ന് പറയണം. മോൾ എന്താ പറയണേ? മഹേഷിന് അലട്ടിരുന്ന ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷെ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണോ? ഇനി ഞാനും വിചാരിച്ചു കമ്പനിയിലെ വല്ല കാര്യങ്ങളും ആയിരിക്കുന്നത്. കമ്പനി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കമ്പനിയുടെ CEO ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തേലും ആയിരിക്കും എന്നാ വിചാരിച്ചേ. അല്ല മോളെ, ഇപ്പൊ എന്താ പുതിയതായിട്ടൊരു പ്രശ്നം എന്ന് ചോദിക്കാം. ചിപ്പിമോള് തന്നെ പ്രശ്നം എന്ന് പറയണം. ചിപ്പിയോ? അതെ, ചിപ്പിയുടെ അവകാശം ഉന്നയിച്ച ആകാശം രചനയും രംഗത്ത് വന്നിരിക്കുക. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ബിമിൻദാസിന്റെ ആ ബർത്ത്ഡേ ഫംഗ്ഷന് പോയ സമയത്ത് അവിടെ വെച്ച് അന്ന് മുതലാണ് മഹേഷിന് മാറ്റം ഉണ്ടായത്. അവിടെ വെച്ച് രചന ആകാശം പറഞ്ഞിരിക്കുകയാണ് ചിപ്പി അവരുടെ കുട്ടിയാന്നുള്ള കാര്യം മഹേഷിനോട്. അന്ന് മുതലാണ് മഹേഷിന് നിയന്ത്രണം വിട്ടു തുടങ്ങിയത്. ചിപ്പിമോള് ഒരിക്കലും നഷ്ടപ്പെടാൻ മഹേഷ് ആഗ്രഹിക്കില്ല. എനിക്കറിയത്തില്ലാത്ത കാര്യം അതല്ല. ഒരു പക്ഷേ DNA ടെസ്റ്റ് ഒക്കെ നടത്തി ഫലം പുറത്തു വന്ന ആകാശാണ് ചിപ്പിമോളുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാ? ഞാൻ ചിപ്പിമോൾക്ക് വേണ്ടല്ലേ വിവാഹത്തിന് സമ്മതിച്ചേനെ. ചിപ്പിമോളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മാഷോട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ, എനിക്ക് അറിയത്തില്ല. DNA ടെസ്റ്റിന്റെ ഫലമൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞേ. അതൊരു പക്ഷെ അവർ നമ്പർ ഇടുന്നതാണോ? നമ്പർ ഇടുന്നതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരത്തെ ഇത് കോടതിയിൽ ഹാജരാക്കാൻ മേലായിരുന്നോ? ചിപ്പിമോളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷെ അങ്ങനെ ആയി കൂടെന്നില്ലെന്ന് ചോദിക്കാം. അത് ശരിയാ. അങ്ങനെയാണ് മോളൊരു കാര്യം ചെയ്യുക. എത്രയും പെട്ടെന്ന് നിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്ത്. അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ചിപ്പിമോളുടെ അവകാശവാദം അവർ ഉന്നയിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് പറയാം. അത് ശരിയാച്ചാ. പക്ഷേങ്കിൽ എനിക്കറിയില്ല, അങ്ങനെ കണ്ടെത്താൻ എനിക്ക് പേടിയുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ ചിപ്പിമോളം നഷ്ടപ്പെട്ടല്ലോ? ഇല്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ രചന നേരത്തെ ചിപ്പിമോളെ കൊണ്ടുപോകണ്ടല്ലേ? അത് നടന്നില്ലല്ലോ. അതിനർത്ഥം എന്താ? മഹേഷിന്റെ കുട്ടിയാന്നല്ലേ അർത്ഥം എന്ന് ചോദിക്കുക. അച്ഛാ, തൽക്കാലത്തേക്ക് ഈ കാര്യം ആരോടും ഒന്നും പറയണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് പ്രിയാമണി വരുന്നുണ്ട്. പ്രിയാമണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തോടെ അമ്മ വരുന്നുണ്ട്. സംസാരം നിർത്തിയാക്കാൻ പറയണം. പ്രിയാമണി വന്നിട്ട് എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം നിൽക്കുക. ഒന്നുമില്ല എന്ന് പറയണം. എന്തോ ഒളിച്ചും പാത്തും വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. എന്തേലും പ്രശ്നമുണ്ടോ മാഷേന്ന് ചോദിക്കും. എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല എന്റെ പ്രിയാമണി. ഞങ്ങൾ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ. പിന്നീട് ഇഷ്ടം പറഞ്ഞു, എന്നാ ശരി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പോവാണ്. പക്ഷേ എങ്കിൽ ആ പോക്കിൽ എന്തോ ഒരു പന്തികേട് പ്രിയാമണിക്ക് തോന്നുവാണ്. പ്രിയാമണിക്ക് മനസ്സിലായി എന്തോ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. പിന്നീട് മാഷാകത്തേക്ക് കയറി പോവാ പ്രിയാമണിയൊന്നും മിണ്ടാതെ. ഈ സമയത്ത് ഇഷിത വീട്ടിലേക്ക് എണീയുമ്പോഴത്തേനും രാമനാഥൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആ മോളിൽ എന്താ നേരത്തെ വന്നെന്ന് ചോദിക്കാം. നേരത്തെ പോന്നെന്ന് പറയണം.
അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയോ? മഹേഷുമായിട്ട് മോളൊന്ന് തുറന്ന് സംസാരിച്ചോ? ഒന്ന് തുറന്ന് സംസാരിക്കുവാണെങ്കിൽ അവന്റെ മനസ്സിലൊക്കെ ഉള്ള കാര്യം എന്താന്ന് മോൾക്ക് അറിയാനായിട്ട് സാധിച്ചേക്കുമെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഇഷിത പറഞ്ഞു, അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. എന്താ എന്താ മോളെ, എന്താ കാര്യം എന്താന്ന് ചോദിക്കുവാണ്. ഒന്നുമില്ല അച്ഛാന്ന് പറയണേ. എന്തോ പ്രശ്നം മോളുടെ ഉള്ളിലുണ്ട്. അല്ല, മഹേഷിനെ കുറിച്ച് എന്തേലും മോൾക്ക് അറിയാവുന്ന ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. മഹേഷിന്റെ ഉള്ളിൽ എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഞാൻ എപ്പോഴും മഹേഷിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത്, വേറെ ആരുടെ ഒപ്പമല്ല നിൽക്കുന്നത്. കാരണം മഹേഷ് ഒരു തെറ്റും ചെയ്യത്തില്ല. മഹേഷ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും. അല്ലാതെ ഒരു കാരണവശാലും മഹേഷ് അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, മോൾ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാണ്. അവന്റെ മനസ്സിൽ എന്താന്നാ അവൻ ഇതിനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറയും. അതെ, അത് തുറന്നു പറയും. തുറന്നു പറയേണ്ട ഒരു സമയം വന്നു കഴിയുമ്പത്തേനും എല്ലാം മഹേഷ് തുറന്നു പറയും. ഇപ്പൊ തൽക്കാലത്തേക്ക് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയം ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് രാമനാഥന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അതെ അച്ഛച്ച, നമുക്ക് കളിക്കാന്ന് പറഞ്ഞ. കളിക്കാൻ എന്ത് കളിക്കാന്? ഞാൻ അച്ഛമ്മേനെ വിളിക്കാം. അച്ഛമ്മേനെ വിളിച്ച് അമ്മേനെ വിളിക്കട്ടെ എന്ന് കേട്ടാ. അങ്ങനെ ഇഷിതയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് കളിക്കാന്ന് പറയണം. ഇത് കേട്ട ഇഷിത പറഞ്ഞു, അതെ മോൾ ഇപ്പൊ പോയി കളിച്ചു, അമ്മയ്ക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞും കൂടെ പോവാണ്. പിന്നീട് മഞ്ജിമേനെയും സ്വപ്നവല്ലിനെയും രാമനാഥനെ ഒക്കെ വിളിച്ച് ഇങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ കളിക്കുവാണ്. ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പിമോള് പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇപ്പൊ അച്ഛനും കൂടെ വേണ്ടതായിരുന്നു നമ്മളോടൊപ്പം കളിക്കാനായിട്ട്. എന്നാ എന്ത് രസമായിരുന്നല്ലേ? അല്ല, അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ കളിക്കാൻ കൂടുമായിരുന്നോ അച്ഛച്ചാന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാമനാഥനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുഞ്ഞിനോട് എന്താ മറുപടി പറയണ്ടേ? ഈ ഇടയായിട്ട് മഹേഷ് കുഞ്ഞിനോടൊരു അകൽച്ചയാണ് കാണിക്കണേ. അപ്പൊ അത് കുഞ്ഞിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞിങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ. പക്ഷെ അതിന് ഉത്തരം കൊടുക്കാനായിട്ട് രാമനാഥന് കഴിഞ്ഞില്ല. ആ സമയം മാഷ് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. മാഷിന്റെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ പ്രിയാമണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രിയാമണി വന്നിട്ട് ചോദിച്ചു, സത്യം പറ മാഷേ, എന്താ ഇഷിത പറഞ്ഞത്? അവളുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട്. അച്ഛനെ വിളിച്ച് അവൾ ഒന്നും ചെയ്യാറില്ല, ഇന്ന് വരെ ചെയ്തിട്ടുമില്ല, ഇനി ഒട്ട് ചെയ്യാനും പോകുന്നില്ല. അപ്പൊ അവൾക്ക് അറിയാവുന്ന രഹസ്യങ്ങളെല്ലാം മാഷിനും അറിയാം. സത്യം പറ, എന്താ ഇനി മഹേഷ് വല്ല പ്രശ്നക്കാരനും ആണോ? എന്റെ മോളെ കൊണ്ട് ചതിക്കുഴിയിലേക്കാണോ മാഷ് വിട്ടിരിക്കുന്നത്? എനിക്ക് നല്ല സംശയമുണ്ട് മഹേഷിനെ കുറിച്ച്. മാഷിന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിയാം. സത്യം പറയുന്നു പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ മാഷ് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല നിൽക്കുവാണ്. ചിപ്പിമോൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് പറയണോ, അതോ ഇനിയിപ്പം മഹേഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയണോ എന്നറിയത്തരത്ത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് മാഷ് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഒരു കാര്യം ഉറപ്പായി, ഇഷിത മഹേഷിനെ രക്ഷിക്കും. ചിപ്പിമോൾ അവരുടെ കുഞ്ഞാന്നുള്ള കാര്യം തെളിയിക്കും. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.